ആമോസ് പ്രവചന പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 1 തൊട്ട് 5 വരെയുള്ള വാക്യങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഒരു വാക്യങ്ങളാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. വായിച്ചാട്ടെ. ആമോസ് പ്രവചനം. യഹോവയായ കർത്താവ് എനിക്ക് കാണിച്ചു തന്നത് എന്തെന്നാൽ, പുല്ല് രണ്ടാമത് മുളച്ചു പൊങ്ങി തുടങ്ങിയപ്പോൾ അവൻ വിട്ടിലുകളെ നിർമ്മിച്ചു. മുളച്ച രണ്ടാമത്തെ പുല്ലായിരുന്നു. യഹോവയായ കർത്താവെ ക്ഷമിക്കണമേ. യാക്കോബ് എങ്ങനെ നിവർന്നു നിൽക്കും? അവൻ ചെറിയവനല്ലോ എന്ന് പറഞ്ഞു. യഹോവ അതിനെക്കുറിച്ച് അനുതപിച്ചു. അത് സംഭവിക്കുകയില്ല എന്ന് യഹോവ അരുളി ചെയ്തു. തീയാൽ വ്യവഹരിപ്പാൻ അതിനെ വിളിച്ചു. അത് വലിയ ആഴിയെ വറ്റിച്ചു കളഞ്ഞു. യഹോവയുടെ ഓഹരിയും തിന്നു കളയാൻ ഭാവിച്ചു. യാക്കോബ് എങ്ങനെ നിവർന്നു നിൽക്കും? അവൻ ചെറിയവനല്ലോ എന്ന് പറഞ്ഞു. അത് സംഭവിക്കുകയില്ല എന്ന് യഹോവയായ കർത്താവ് അരുളി ചെയ്തു. മതി. ഈ 7-ാം അധ്യായത്തിൻ്റെ അകത്ത് 3 ന്യായവിധികളാണ്. ഒന്ന്, രാജാവിൻ്റെ വക പുല്ലരിഞ്ഞ ശേഷം മറ്റു മുളച്ചു വന്ന പുല്ലുകളെയും അരിയുമ്പോൾ പ്രവാചകനായിരിക്കുന്ന ആമോസ് മധ്യസ്ഥ അണച്ച് പ്രാർത്ഥിച്ച് യാക്കോബ് ചെറിയവനല്ലോ, അവൻ എങ്ങനെ നിവർന്നു നിൽക്കുമെന്ന് പറഞ്ഞ് ഇടിവിൽ നിന്നപ്പോൾ ദൈവം ആ ന്യായവിധിയെ മാറ്റിക്കളഞ്ഞു. ആ ന്യായവിധിയെ മാറ്റിക്കളഞ്ഞത് ഇങ്ങനെയാണ്. ദൈവം അതിനെക്കുറിച്ച് അനുതപിച്ചു. ഇനി അങ്ങനെ ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. 2-ാമത്തെ ന്യായവിധി എന്താണെന്ന് വെച്ചാൽ, തീയാൽ വ്യവഹരിപ്പാൻ, തീ കൊണ്ട് വ്യവഹരിപ്പാൻ ദൈവം കാര്യങ്ങൾ ക്രമീകരിച്ചപ്പോൾ അപ്പോഴും ആമോസ് പ്രവാചകൻ ഇടിവിൽ നിന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. യാക്കോബ് ചെറിയവനല്ലോ, അവൻ എങ്ങനെ നിവർന്നു നിൽക്കും? ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചു. അപ്പം കർത്താവ് പറഞ്ഞു, ഞാൻ തീയാൽ വ്യവഹരിക്കത്തില്ല എന്ന് പറഞ്ഞ് ആ ന്യായവിധിയും മാറ്റിക്കളഞ്ഞു. 3-ാമത് തൂക്കുകട്ടയുടെ ദർശനമാണ്. ആമീൻ. അതും നമുക്ക് അതിൻ്റെ തൊട്ട് താഴ്ത്ത വാക്യങ്ങളിൽ കാണാം. എന്നാൽ ആ പ്രാർത്ഥനയാൽ ദൈവത്തിൻ്റെ ഇടപെടലുകൾ വെളിപ്പെടുന്നതായിട്ടും കാണും. പിന്നീട് അത്തിപ്പഴത്തിൻ്റെ ദർശനങ്ങളുണ്ട്. അത്തിപ്പഴം പഴമാണ്, അതിനി അധികകാലം നിൽക്കത്തില്ല, അത് കേടുവരും. അത് ഇസ്രായേൽ മക്കളെ കാണിക്കുന്നു. അതിലും ആമോസ് പ്രവാചകൻ ഇടിവിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ 3-4 ദർശനങ്ങൾ, ഇടിവിൽ നിന്നുള്ള പ്രാർത്ഥന, മധ്യസ്ഥ പ്രാർത്ഥന. ഒരു പ്രവാചകൻ ഇടിവിൽ നിൽക്കുമ്പോൾ ദൈവം ന്യായവിധികൾ വഴിമാറുന്നു. ഇന്ന് രാത്രി നമ്മുടെ ഈ കോട്ടേജ് മീറ്റിങ്ങിൽ ദൈവമക്കളോട് പറയാം, നമ്മുടെ പ്രാർത്ഥന വെറും പ്രാർത്ഥനയല്ല, മധ്യസ്ഥ പ്രാർത്ഥന വലിയ ന്യായവിധികളെ മാറ്റിവിടും. ദൈവപ്രവൃത്തി വെളിപ്പെടുത്തും. ദൈവം ചെയ്യാനിരിക്കുന്ന ദോഷകരമായ ചില അനുഭവങ്ങൾ ദൈവം മാറ്റി നിന്നെ നിവർത്തുമാറാക്കുന്ന ഒരു ദൈവം, നേരെ നിർത്തുന്ന ഒരു ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർ കരമുയർത്തിയൊന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ആരാണ് ആമോസ് പ്രവാചകൻ എന്ന് ചോദിച്ചാൽ, കാട്ടത്തിപ്പഴം പറക്കുന്ന ഒരു ഭക്തൻ. കാട്ടത്തിപ്പഴം എന്ന് പറഞ്ഞാൽ ദരിദ്രന്മാരുടെ ആഹാരമാണ്. ഏത്? കാട്ടത്തിപ്പഴം. സാധാരണക്കാരുടെ ആഹാരം എന്നാണ് ഞാൻ പഠിച്ചപ്പോൾ കാണാൻ കഴിഞ്ഞത്. അപ്പം അത്തിപ്പഴം സമ്പന്നന്മാരുടെ ആഹാരമാണ്, കാട്ടത്തിപ്പഴം സാധാരണക്കാരുടെ ആഹാരമാണ്. അപ്പം ആമോസ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? സാധാരണക്കാർക്ക് വേണ്ടി അധ്വാനിച്ച് അവർക്ക് വേണ്ടിയുള്ള ആഹാരം കണ്ടെത്തിയ ഒരു ഭക്തനായിരുന്നു. ആര്? ആമോസ്. സ്തോത്രം. ഇനി ആമോസ് ആരാണെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഒരു പ്രവാചകനാണ്. പ്രവാചകൻ എന്ന് പറഞ്ഞാൽ വെറും പ്രവാചകനല്ല, കാട്ടത്തിപ്പഴം പറക്കി ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കാടിൻ്റെ ഉള്ളിൽ കൂടി അദ്ദേഹം നടക്കുമ്പോൾ കാട്ടിൽ വെച്ച് ഒരു സിംഹം ഗർജിച്ചു. ആ സിംഹം എന്ന് പറഞ്ഞാൽ കാട്ടിലെ സിംഹമല്ല, യഹൂദ ഗോത്രത്തിൻ്റെ സാക്ഷാൽ സിംഹമായിരിക്കുന്ന ദൈവിക സിംഹം, ദൈവത്തിൻ്റെ അലർച്ച. സ്തോത്രം. ബാക്കിയെല്ലാം സിംഹം എന്ന് ഉള്ളത് 2 സിംഹത്തെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന് യഹൂദ ഗോത്രത്തിൻ്റെ സിംഹം, അതാരാ? നമ്മുടെ ദൈവം യേശു കർത്താവാണ്, അല്ലേ? എന്നാൽ പിശാചിനെ കുറിച്ച് പറയുന്ന അലറുന്ന സിംഹം എന്ന പോലെ. അപ്പോൾ അത് സിംഹമാണോ? അല്ല, പോലെ, അല്ലേ? അലറുന്ന സിംഹം എന്ന പോലെ വരുന്നു, വിഴുങ്ങിക്കളയാൻ വരും. എന്തുകൊണ്ടാണ് വിഴുങ്ങുന്നത്? കടിച്ചു തിന്നാൻ പല്ലില്ലാത്തതുകൊണ്ട്, അല്ലേ? അവൻ്റെ പല്ല് പോയി.
സ്തോത്രം. അപ്പം അലർന്ന സിംഹം എന്ന പോലെ വരുന്നത് ഈ പിശാചിൻ്റെ തന്ത്രം എപ്പോഴും ദൈവികമെന്ന് തോന്നിക്കും, സിംഹം എന്ന പോലെ തോന്നിക്കും. പക്ഷെ അവൻ സിംഹമല്ല. സിംഹമാരാ? നമ്മുടെ യേശു കർത്താവ്. പറഞ്ഞേ, സിംഹമാരാ? നമ്മുടെ യേശു കർത്താവാ. ഇപ്പം കണ്ടില്ലേ, വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം പഠിക്കുമ്പോൾ അവൻ ഇതുപോലെ തന്നെയാണ് വരുന്നത്. വെള്ള കുതിരപ്പുറത്ത് അവൻ വരിക, കിരീടം ലഭിച്ച് അവൻ വരിക. സത്യത്തിൽ വെള്ള കുതിരപ്പുറത്ത് വരുന്നത് ആരാ? യേശു കർത്താവാണ്. രാജാതി രാജാവ് യേശു കർത്താവ്. പക്ഷെ യേശു എന്ത് ചെയ്യുന്നോ അത് അതുപോലെ ചെയ്യാൻ, മനസ്സിലാവുന്നുണ്ടോ? ആത്മീയതയുടെ വേഷം ധരിച്ച് അതുപോലെ ചെയ്യാൻ വരുന്ന വെമ്പൽ കൊള്ളുന്ന ആളാണ് ആര്? സാത്താൻ. സ്വത്രം. പക്ഷെ അത് ആത്മീയമല്ലെന്ന് തിരിച്ചറിഞ്ഞോണം. അതുപോലെ കാട്ടത്തി പഴം പറക്കിക്കൊണ്ടിരുന്ന ഭക്തനായിരിക്കുന്ന ആമോസ് കാട്ടിൽ കൂടി പറക്കിക്കൊണ്ടിരുന്നപ്പോൾ അവിടെ വെച്ചൊരു സിംഹത്തിൻ്റെ ഗർജനം കേട്ടു. ആ ഗർജനം സാക്ഷാൽ യേശു കർത്താവിൻ്റെ ഇടപെടലായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം പ്രവാചകനായിരിക്കുന്നത്. സ്തോത്രം. ശക്തനായ പ്രവാചകനാണ് ആമോസ്. അപ്പോൾ ആമോസ് ആരാ? പ്രവാചകനാണ്. ആമോസ് ആരാ? സാധാരണക്കാർക്ക് വേണ്ടി അധ്വാനിക്കുന്നയാളാണ്. ആമീൻ. ഇനി ആമോസ് ആരാണെന്ന് ചോദിച്ചാൽ അദ്ദേഹം ആടുകളെ മേയ്ക്കുന്നയാളായിരുന്നു, ആടുകളെ പരിപാലിക്കുന്നയാളായിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞ ഒരു ഇടയനും കൂടിയാണ് ആര്? ആട്. അദ്ദേഹത്തിന് ആടുകളെ മേയ്ക്കാൻ ഒരു മടിയില്ലാത്ത ഒരു ഭക്തൻ. ഇനി അത് ഇംഗ്ലീഷ് ബൈബിൾ നമ്മൾ പഠിച്ചാൽ ഷീപ്പ് മാസ്റ്റർ എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അർത്ഥാൽ അദ്ദേഹം ആരാണ്? ആടുകളുടെ യജമാനനാണ്. ആടുകളുടെ പരിപാലിക്കുന്നതോടൊപ്പം ആടുകളുടെ യജമാനനും കൂടെയാണ്. സാധാരണ എല്ലാവർക്കും ഒന്നെങ്കിൽ കൂലിക്കാരനെ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായത്തിൽ പറഞ്ഞത്, കൂലിക്കാരൻ ചെന്നായനെ കാണുമ്പോൾ എന്ത് ചെയ്യും? ഇട്ടിട്ട് പോവും. ഇപ്പം ഞാൻ യഥാർത്ഥ ഇടയനാണെങ്കിൽ, യഥാർത്ഥ യജമാനനാണെങ്കിൽ ഏത് പ്രതിസന്ധിയുടെ നടുവിലും നമ്മൾ ഇട്ടിട്ട് പോകത്തില്ല. കാരണം എന്താ? ആർക്കാ നഷ്ടം? യജമാനൻ. കൂലിക്കാരന് നഷ്ടമുണ്ടോ? ഇല്ല. നമ്മൾ കൂലിക്കാരനാകരുത്, കർത്താവിൻ്റെ കൂലിക്കാരനാകരുത്. നമ്മൾ ഷീപ്പ് മാസ്റ്റർ ആകണം. ആമോസ് ആരാണ്? ആടുകളുടെ യജമാനനാകുന്നത് പോലെ കരുതലും സംരക്ഷണവും കൊടുക്കുന്ന ഒരു ഭക്തനായിരുന്നു ശരിക്കും ഷീപ്പ് മാസ്റ്റർ. സ്വന്തമായിട്ട് ആടുള്ളവൻ. ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത് കുറച്ചും കൂടെ നമ്മൾ ആഴമായി ചിന്തിച്ച് പഠിച്ചാൽ ആമോസ് കട്ടത്തിപ്പഴം പറക്കി സാധാരണക്കാരൻ്റെ ആഹാരം. ആമോസ് ആരാണെന്ന് ചോദിച്ചാൽ പ്രവാചകൻ. ആമോസ് ആരാണെന്ന് ചോദിച്ചാൽ ആടുകളുടെ ഇടയൻ. ആമോസ് ആരെന്ന് ചോദിച്ചാൽ സ്വന്തമായ ആടുള്ളവൻ, ഷീപ്പ് മാസ്റ്റർ. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? ഇനി ആമോസ് ആരാണെന്ന് ചോദിച്ചാൽ ശക്തനായൊരു ശുശ്രൂഷകൻ. സ്തോത്രം. ഇനി ആമോസ് ആരാണെന്ന് ചോദിച്ചാൽ ശക്തനായ മധ്യസ്ഥ പ്രാർത്ഥന വീരൻ. 5 ഗുണം. ബെന്ന് പറഞ്ഞ 5 ഗുണങ്ങൾ ഏതൊക്കെയാ? ആമോസ് ആരാ? ഓർഡറിൽ പറ. ആമോസ് ആരാ? അപ്പൊ കേൾക്കാൻ എല്ലാവർക്കും രസമാണ്, പഠിക്കണ്ടേ? അയ്യോ, ആമോസ് ആരാ? സാധാരണക്കാർക്ക് വേണ്ടി അധ്വാനിക്കുന്നവൻ, പിന്നെ ആ ഇടയൻ, പിന്നെ പ്രവാചകൻ, പിന്നെ ഷീപ്പ് മാസ്റ്റർ യജമാനൻ, പിന്നെ മധ്യസ്ഥ പ്രാർത്ഥനാ വീരൻ. ഇനി ആമോസ് എന്ന വാക്കിന്റെ അർത്ഥം ഭാരം വഹിക്കുന്നവൻ എന്നാണ്. എന്താ? ഭാരം വഹിക്കുന്നവൻ. ഞാൻ എല്ലാ ഇടങ്ങളിലും ഈ ഭാഗത്തിൽ പുറത്തൊക്കെ പ്രസംഗിക്കാൻ പോകുമ്പോൾ ശുശ്രൂഷിക്കാറുള്ള ഒരു ഭാഗമാണ്. ആമോസ് വഹിച്ച 3 വലിയ ഭാരമുണ്ട്. അത് ഒന്നാമത്തെ ഭാരം എന്ന് ചോദിച്ചാൽ ജീവിത ഭാരമാണ്. മനസ്സിലാകുന്നുണ്ടോ? എന്താ ജീവിത ഭാരം? അദ്ദേഹം ഈ അധ്വാനിക്കുന്നൊക്കെ എന്തിനു വേണ്ടിയാ? സ്വന്തം ആയിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാ. അദ്ദേഹത്തിന് കുടുംബമുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. സ്തോത്രം. അപ്പോൾ ഈ കട്ടത്തിപ്പഴം പറക്കി സാധാരണക്കാർക്ക് ഭക്ഷണമൊക്കെ ഒരുക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊരു ചെറിയ നന്മ കിട്ടും. ഇനി ആടുകളുടെ രോമം, എന്തിനാ ആടുകളെ പരിപാലിക്കുന്നത്? അതിൻ്റെ രോമം കത്തിരിച്ച് അത് കൊണ്ടുപോയി ബിസിനസ് ചെയ്ത് അദ്ദേഹം എന്ത് ചെയ്യും? അതിൽ നിന്ന് നന്മ നേടും. അങ്ങനെ പലവിധമായി നന്മ അദ്ദേഹം ഉണ്ടാക്കിയിരുന്നു. ബിസിനസ് ചെയ്യും, പ്രവചിക്കും, ശുശ്രൂഷ ചെയ്യും, കാട്ടത്തിപ്പഴം പറക്കി കൊടുത്ത് അതിൽ നിന്ന് സമ്പാദിക്കും. അപ്പം പല മേഖലയിൽ കൂടി അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? നന്മ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തിനാ നന്മ ഉണ്ടാക്കുന്നത്? കർത്താവിൻ്റെ വേല ചെയ്യാനും സ്വന്തം കുടുംബത്തെ നോക്കാനും. അപ്പം അദ്ദേഹത്തിൻ്റെ ഭാരം എന്തായിരുന്നു? ജീവിത ഭാരമുള്ള ആളായിരുന്നു. ജീവിതഭാരം. എല്ലാ ദൈവമക്കൾക്കും ജീവിതഭാരം. അലസന്മാരാകരുത്. ജീവിതഭാരം വേണം, പച്ച പിടിപ്പിക്കണം. നമ്മുടെ ജീവിതഭാരം എങ്ങനെ അനുഗ്രഹമാക്കുന്നതെന്ന് അറിയാവോ? എങ്ങനെ അനുഗ്രഹമാക്കുന്നത്? പത്രോസ് രാത്രി മുഴുവൻ അധ്വാനിച്ചു. എന്തെങ്കിലും നേടാൻ പറ്റിയോ? ഇല്ല. ആരില്ലായിരുന്നു? കർത്താവില്ലായിരുന്നു, ഇല്ലേ? അദ്ദേഹത്തിൻ്റെ പടക് ശൂന്യമായിരുന്നു. രാത്രി മുഴുവൻ അധ്വാനിച്ച് പ്രഭാതമായപ്പോൾ ദൈവം, അല്ലെങ്കിൽ കുറച്ചുകൂടെ പറഞ്ഞാൽ പത്രോസിൻ്റെ പടകിൽ ആര് കയറി? യേശു കയറി.
എന്നിട്ട് പത്രോസിനോട് പറഞ്ഞു, വല എല്ലാം മടക്കി വെച്ചിരിക്കുമ്പോൾ ദൈവം കയറിയിട്ട് ചോദിച്ചു, പത്രോസിനോട് പറഞ്ഞു, പത്രോസ് ആഴത്തിലേക്ക് എന്ത് ചെയ്യണം? വല. എല്ലാ പണിയും നിർത്തി കഴിഞ്ഞ് ഈ മുക്കുമാരോട് നിങ്ങൾക്ക് ചോദിച്ചാൽ അറിയാം, വല മടക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ വല നിവർത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടാണ്. മനസ്സിലാകുന്നുണ്ടോ? രാത്രി മുഴുവൻ അധ്വാനിക്കുക എന്ന് പറഞ്ഞാൽ എന്തോ ക്ഷീണമായിരിക്കും, ചെറിയ അധ്വാനമാണ്. ഇവിടെ ഞാൻ 3 ദിവസം ശരിക്കും പറഞ്ഞാൽ ഉറങ്ങിയിട്ടില്ല. ഞങ്ങൾ വന്ന് അതിൻ്റെ തിരക്കും കാര്യങ്ങളും വർത്താനം പറഞ്ഞിരുന്നതും 2 ദിവസം വർത്താനം പറഞ്ഞിരുന്ന സമയം കളഞ്ഞു. 2 മണിയായി കിടന്നപ്പോൾ. ഇന്നലെ പിന്നെ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പെങ്ങളെയും കൊണ്ടുവിട്ട് അത് കഴിഞ്ഞിട്ട് രാത്രി വന്ന് ഞങ്ങൾ കസാരയെല്ലാം റെഡിയാക്കി എല്ലാം കഴിഞ്ഞപ്പം ഏകദേശം നല്ലൊരു സമയമായി. പിന്നെ വീട്ടിൽ വന്ന് കുളിച്ച് എല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ സമയം പോയി. അപ്പോൾ ശരിക്കും 3 ദിവസം നന്നായിട്ട് ഉറങ്ങാൻ പറ്റും. കാരണം രാവിലെ പിള്ളേരെ സ്കൂളിൽ വിടുകയും വേണമല്ലോ. അപ്പോൾ രാവിലെ എണീക്കാൻ വേണം. അപ്പോൾ ഉറക്കം ശരിയായില്ല ശരിക്കും. അപ്പം ഇന്ന് ഉച്ച കഴിഞ്ഞ് കുറച്ച് നേരം പോയി കിടന്ന് ഉറങ്ങി എഴുന്നേറ്റ് വരിക. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് 3 ദിവസം ഉറങ്ങാതിരുന്നപ്പോഴേക്കും പറ്റ ടയർഡായിപ്പോയി, കംപ്ലീറ്റ് ടയർഡ്. അപ്പോൾ പത്രോസ് രാത്രി മുഴുവൻ അധ്വാനിച്ചു. അന്നേരം അത് കഴിഞ്ഞപ്പോഴാണ് ദൈവം പറയുന്നത്, എൻ്റെ വാക്കിന് എന്ത് ചെയ്യാൻ. അപ്പോൾ രാത്രി മുഴുവൻ ഓട്ടം കഴിഞ്ഞ് ഇന്നലെ നമ്മുടെ മനോജ വന്ന് 11 മണിയായിരുന്നു അല്ലേ? അന്നേരം ദൈവദാസം വിളിച്ചിട്ട് പറഞ്ഞ് എന്ത് ചെയ്യുന്നത്, കസാര വറക്കാൻ വരാൻ. പിന്നെ ഒരു ഫോൺ കോളും ഇല്ല, ഒരു അനക്കവും ഇല്ല. ആൾ സ്തോത്രം, ഞാൻ ദൈവത്തെ സ്തുതിക്കും. അപ്പം ചില സന്ദർഭങ്ങൾക്കകത്ത് പത്രോസ് എന്ത് ചെയ്തു, ആ കർത്താവിൻ്റെ വാക്കിന് അങ്ങ് വില കൽപ്പിച്ചു. വല എന്ത് ചെയ്തു, ഇറക്കി. പടകങ്ങ് നിറഞ്ഞു. ഒരു പടകാണോ, 2 പടക് നിറച്ച് ദൈവം കൊടുത്തു. ദൈവമക്കളെ, ചില സന്ദർഭങ്ങൾക്കകത്ത് ദൈവം നമ്മുടെ മനോഭാവം നോക്കുന്നു, ആറ്റിറ്റ്യൂഡ് നോക്കുന്നു. വല ഇറക്കി. നമ്മൾ അധ്വാനിച്ചു ക്ഷീണിച്ചിരിക്കുമ്പോഴാണ് ദൈവം ഇടപെടുന്നത് വല ഇറക്കാൻ. പത്രോസ് ഇറക്കി. ഇറക്കിയപ്പോൾ അവൻ്റെ പടക് മുഴുവൻ നിറച്ച് ദൈവം കൊടുത്തു. ഞാൻ നിങ്ങളോട് ദൈവമക്കളോട് പറയാം, കർത്താവിൻ്റെ വാക്കിന് നമ്മൾ വില കൽപ്പിക്കുമ്പോൾ, ഭാര്യയുടെ വാക്കിനല്ല, നാട്ടുകാരുടെ വാക്കിനല്ല, മറ്റൊന്നിനും വാക്കിന് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് കർത്താവിൻ്റെ വാക്കിനാണ്. കർത്താവിൻ്റെ വാക്കിന് നമ്മൾ വലയിറക്കുമ്പോൾ അതിനൊരു വിടുതലുണ്ടായിരിക്കും, ദൈവപ്രവൃത്തി ഉണ്ടായിരിക്കും. സ്തോത്രം. നമ്മൾ ക്ഷീണിച്ച് കിടക്കുമ്പോഴേ നമ്മുടെ പ്രഭാത പ്രാർത്ഥന ശരിക്കും 5:30-ക്കോ 6 മണിക്കോ ആയിരിക്കാം ചിലപ്പം തുടങ്ങുന്നത്. ചിലർ 4 മണിക്ക് തുടങ്ങുന്നവരുണ്ട് മിക്കവാറും. ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാറുള്ളത്, എത്ര ക്ഷീണിച്ച് കിടന്നാലും ആ കറക്റ്റ് ടൈം പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്നവരാണെങ്കിൽ എഴുന്നേറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ഇല്ലേ, ആ സമയമാകുമ്പോൾ. അപ്പം ഞാൻ എത്ര ക്ഷീണിച്ച് കിടന്നാലും കറക്റ്റ് ഒരു 5:30-6 മണിയാകുമ്പോൾ ഞാൻ ചാടി എഴുന്നേൽക്കും പ്രാർത്ഥിക്കാൻ. പിന്നെയും കിടക്കണമെന്ന് ഭയങ്കര കൊതിയാണ്. മനസ്സിലാകുന്നുണ്ടോ? ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു 2 മണിക്കൂർ അങ്ങ് കിടന്നാൽ കൊതി തീരുന്നേടം വരെ കിടക്കണമെന്നൊരാഗ്രഹമാണ്. പക്ഷെ അകത്തൊരു കുത്തല. എന്താ കുത്തുന്നത്? പ്രാർത്ഥിക്കണമല്ലോ, കർത്താവേ ഇടിവിൽ നിൽക്കണമല്ലോ, മധ്യസ്ഥ അണയ്ക്കണമല്ലോ, കരയണമല്ലോ. പ്രാർത്ഥിച്ചില്ലെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം പോക്കാം. മനസ്സിലാകുന്നുണ്ടോ? പിന്നെ ഉറക്കത്തേക്കാൾ വലുതായി നമ്മൾക്ക് പ്രാർത്ഥിക്കണമെന്നൊരാഗ്രഹം ഉള്ളതുകൊണ്ട് പ്രഭാത പ്രാർത്ഥന മുടക്കാതെ അതിരാവിലെ എഴുന്നേറ്റ് ഇരുന്ന് ഈ ദൈവസന്നിധി കരയാറുണ്ട്. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കാരണം, നമ്മുടെ ആഗ്രഹം ജഡ സമ്മതിക്കത്തില്ല. കിടക്കണം എന്നാണ് ജഡം ആഗ്രഹിക്കുന്നത്. പക്ഷെ നമ്മൾ ഇച്ചിരി വില കൊടുത്തിരുന്നൊന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ, വഴികൾ ദൈവം തുറക്കും, അത്ഭുതം ചെയ്യും. ദൈവപ്രവൃത്തി ആ കരം ഒന്നൊന്ന് ദൈവത്തിന് അടിച്ച് മഹത്വം കൊടുക്കാവോ? ദൈവത്തിന്റെ വാക്കിന് വില കൊടുക്കുന്നവരെ ആദരിക്കുന്ന ഒരു ദൈവം ആണ്, മാനിക്കുന്ന ഒരു ദൈവം, ബലപ്പെടുത്തുന്ന ഒരു ദൈവം. മറ്റൊരു സൈഡിൽ തോന്നലുകളുണ്ട്, കുറച്ചു നേരം കിടന്നാൽ ദൈവം എന്താ പിണങ്ങോ, അങ്ങനെ ഒരു ചിന്ത വരും. അല്ലെങ്കിൽ നമുക്ക് ഒരു 8 മണി വരെ കിടന്നിട്ട് പിന്നെ ഇരുന്ന് പ്രാർത്ഥിക്കാന്നൊരു ചിന്ത വരും. കാരണം ദൈവം എല്ലാം അറിയുന്നല്ലോ എന്നൊരു ചിന്ത ഇങ്ങനെ പലതും തോന്നും. പക്ഷെ അതിന് നമ്മൾ ഇടം കൊടുക്കരുത്. നമ്മൾ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിന്നാൽ നമ്മളെ ആദരിക്കുന്ന, മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അപ്പം നമ്മുടെ ഭാരം ജീവിത ഭാരമാണെങ്കിൽ ദൈവകരത്തിൽ കൊടുക്ക്, ദൈവം അത് അനുഗ്രഹമാക്കും. കർത്താവിൻ്റെ വാക്കിന് വില കൽപ്പിച്ച പത്രോസ് അനുഗ്രഹിക്കപ്പെട്ടു. അതിന് മറ്റൊരു വശം കൂടെ പഠിച്ചാൽ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങൾ എന്ത് ചെയ്യാം. അപ്പം കർത്താവിൻ്റെ അടുക്കൽ വരണം. എത്ര അധ്വാനിക്കുന്നവനാണെങ്കിലും എവിടെ വരണം? കർത്താവിൻ്റെ അടുക്കൽ വരണം. വന്നു കഴിഞ്ഞാൽ സ്ഥിതി മാറും. അധ്വാനം കൊണ്ട് മാത്രം ശൂന്യതയെ വരത്തുള്ളൂ. പക്ഷെ അധ്വാനിക്കുന്നവൻ എവിടെ വരണം? ദൈവസന്നിധി വരണം. വരുന്നവനെ ആദരിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അപ്പം ജീവിതഭാരം നമുക്ക് വേണം. അതുപോലെ തന്നെ ശുശ്രൂഷയെക്കുറിച്ചൊരു ചിന്തയും നമുക്ക് വേണം. ആമോസിൻ്റെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹവും ആമോസ് മാനിക്കപ്പെടുന്നതിൻ്റെ പിന്നിലെ കാരണം, ജീവിതത്തെക്കാൾ ഉപരിയായി അദ്ദേഹത്തെ ദൈവം പല സ്ഥലങ്ങളിൽ കൂടി ശുശ്രൂഷയ്ക്ക് ദൈവം അയച്ചു. കാരണം അതെങ്ങനെയാണ് ശുശ്രൂഷയ്ക്ക് അയക്കുന്നതെന്ന് അറിയാവോ? അദ്ദേഹം ആടുകളുടെ രോമം കത്തിരിച്ച് അതുകൊണ്ടാണല്ലോ ഈ കമ്പിളി പുതപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ
ചരിത്രം പഠിച്ചാൽ അദ്ദേഹം രോമം കത്തിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബം അദ്ദേഹത്തോട് കൂടെ ചേർന്ന് വിവിധ തരമായ പുതപ്പുകൾ ഉണ്ടാക്കും, വിവിധ തരമായ കോട്ടുകൾ ഉണ്ടാക്കും, വിവിധ തരമായ ഉടുപ്പുകൾ ഉണ്ടാക്കും ഈ ആടുകളുടെ രോമം കൊണ്ട്. ഈ രോമം കത്തിരിച്ച പാടെ അത് പൊതിഞ്ഞ് പിടിച്ചുണ്ടാക്കുമല്ല, പിന്നെ എന്ത് ചെയ്യുമെന്നറിയാമോ? ആടുകളുടെ രോമം ശരിക്കും വാഷ് ചെയ്യണം. ഏറ്റവും വലിയ പണി വാഷ് ചെയ്യുന്ന പണിയാണ്. അത് കഴിഞ്ഞിട്ട് അത് ഉണക്കി അത് നല്ല പരുവത്തിലാക്കി അതിനെ പുതപ്പാക്കണമെങ്കിൽ ഏറ്റവും നല്ല കഷ്ടപ്പാടുകൾ ഒത്തിരിയുണ്ട്. ആ പണികളെല്ലാം ചെയ്ത് ഉടുപ്പാക്കി വിദേശ രാജ്യങ്ങളിൽ പോയി ബിസിനസ് ചെയ്യുന്ന ആളായിരുന്നു ആമോസ്. അപ്പം ഇങ്ങനെ പോകുമ്പോൾ ആ പോകുന്ന വഴിക്ക് ഓരോ രാജ്യങ്ങളിലും അദ്ദേഹം ശുശ്രൂഷ ചെയ്തിരുന്നു, ശക്തമായ ശുശ്രൂഷ പ്രവചിച്ചിരുന്നു. ഹല്ലേലൂയ. 8 രാജ്യങ്ങളിൽ പ്രവചിച്ച ഒരു പ്രവാചകനാണ് ആമോസ്. എത്ര രാജ്യങ്ങളിലാ? 8 രാജ്യങ്ങളിൽ പ്രവചിച്ചു. ശക്തമായ ഈ ശുശ്രൂഷ ചെയ്തപ്പോൾ അടി കിട്ടിയിട്ടുണ്ട്, നിന്ദിക്കപ്പെട്ടിട്ടുണ്ട്, അപമാനിക്കപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേലിൽ പ്രവചിക്കാൻ ചെന്നപ്പം അവിടുത്തെ പുരോഹിതനാണ് അമസ്യാവ്. അമസ്യാവ് പറഞ്ഞു, എടാ ദർശക, നീ നിൻ്റെ നാട്ടിൽ പോകും. അവൻ്റെ നാടെന്ന് പറഞ്ഞ യഹൂദയാ. നീ നിൻ്റെ നാട്ടിൽ പോയി പ്രവചിക്കേ, ഇവിടെ വന്ന് നീ ദൂത് പറയരുത്. കാരണം മുഴുവൻ കുത്തുകൊള്ളുന്ന ദൂതാ പറയുന്നു. മനസ്സിലാകുന്നുണ്ടോ? എങ്ങനെയാ കുത്തുകൊള്ളുന്ന ദൂതെന്ന് പറയാൻ കാരണം? വായിച്ചു നോക്കിക്കേ, 2-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം വായിച്ചേ. എന്ന് പറഞ്ഞ ആമോസ് പ്രവചിക്കാണ്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവരുടെ ചട്ടങ്ങളെ പ്രമാണിക്കാതിരിക്കുകയും അവരുടെ പിതാക്കന്മാർ പിന്തുടർന്നു പോന്ന അവരുടെ വ്യാജമൂർത്തികൾ അവരെ തെറ്റി നടക്കുമാറാക്കുകയും ചെയ്തിരിക്കാൻ തന്നെ ഞാൻ ശിഷ്യം അടക്കി കളയുകയില്ല. ഞാൻ യഹൂദയിൽ ഒരു തീ അയക്കുമെന്ന്. മതി, യെരൂശലേമിനെ കത്തിച്ച് കളയും. ഇങ്ങോട്ട് നോക്കി, തീ എന്ന് പറഞ്ഞാൽ അമസ്യാ പുരോഹിതനുള്ള ആ സ്ഥലത്ത് ഇസ്രയേലിലും യഹൂദയിലും ഒരു മടിയും കൂടാതെ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് കുറവുകളുണ്ട്. എന്താ കുറവ്? നിങ്ങൾ യഹോവയുടെ ന്യായപ്രമാണത്തെ മറന്നു, ദൈവവചനത്തെ മറന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ന്യായവിധിയുണ്ട്. ദൈവവചനം മറക്കുന്നവരെ ദൈവം എന്താ പറയുന്നത്? ഇല്ലേ? ദൈവം കീറിക്കളയുന്ന ഇല്ലേ? ദൈവത്തെ മറക്കുന്നവരെ ഓർത്തുകൊള്ളുവീൻ, കീറിക്കളയും, വിടിവിപ്പാൻ ആരും ഉണ്ടാകത്തില്ല. ദൈവത്തെ മറക്കരുത്, ദൈവവചനത്തെ മറക്കരുത്. നമുക്ക് ദൈവം തന്ന അനുഗ്രഹമാണ് ദൈവവചനം. ദൈവത്തെ മറന്നൊരു ജീവിതം ഉണ്ടോ? ഇല്ലേ? കത്തോലിക്കലായിരുന്നപ്പോൾ ഒരു പാട്ടുണ്ട്, ദൈവത്തെ മറന്ന് കുഞ്ഞെ ജീവിക്കരുതേ, ദൈവമല്ലോ ജീവിതത്തിൽ എൻ്റെ സർവവും. ഇല്ലേ? ദൈവം ആ ജീവിതത്തിൽ എല്ലാം, സർവവും ദൈവമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തെ മറന്ന് ഒരിക്കലും ജീവിക്കരുത്. സ്തോത്രം. ഇന്ന് പകൽ ഇവിടെ ശുശ്രൂഷിച്ച ദൈവദാസൻ ശക്തമായ ദൂതായിരുന്നു കൈമാറിയത്. ശക്തമായ, ജഡത്തിൽ ജീവിച്ചാൽ നിനക്ക് അവസാനം മരണമായിരിക്കും. ജഡത്തിൻ്റെ ചിന്ത മരണമായിരിക്കും. പക്ഷെ ആത്മാവിൽ നീ വിതച്ചാൽ നിനക്കൊരു കൊയ്ത്തുണ്ടാവും. ജഡത്തിലാണ് വിതയ്ക്കുന്നെങ്കിൽ നിശ്ചയമായിട്ടും നിനക്ക് ജഡത്തിൻ്റെ പ്രവർത്തികൾ കൊയ്യും. ജഡത്തിൻ്റെ പ്രവർത്തി അത് മക്കളിലൂടെയോ എവിടെയോ എങ്ങനെയാണെങ്കിലും നീ അത് കൊയ്തേ പോകത്തുള്ളൂ. ജഡത്തിൽ വിതയ്ക്കരുത്, ആത്മാവിൽ തന്നെ വിതച്ചോണം. സ്തോത്രം. ജഡത്തിൻ്റെ ചിന്ത എന്തൊക്കെയാ? ജഡത്തിൻ്റെ ഫലം എന്തൊക്കെയാ? ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നില്ലേ? ജഡത്തിൻ്റെ ഫലമോ ദുർനടപ്പ്. അപ്പൊ ദുർനടപ്പ് വിതച്ചാൽ എന്ത് ചെയ്യും? ദുർനടപ്പ് കൊയ്യും. അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, മദ്യപാനം, വെറുക്കൂത്ത് മുതലായവ. അപ്പൊ ഇത് സത്യത്തിൽ നീ വിതയ്ക്കുക. അസൂയ വിതച്ചാൽ അതിനൊരു കൊയ്ത്തുണ്ട്. വെറുക്കൂത്ത് വിതച്ചാൽ അതിനൊരു കൊയ്ത്തുണ്ട്. മദ്യപാനം വിതച്ചാൽ അതിനൊരു കൊയ്ത്തുണ്ട്. ജാരസംഖ്യയാണോ? അതിനൊരു കൊയ്ത്തുണ്ട്. നീ ജഡത്തിൽ എന്താണോ വിതയ്ക്കുന്നത് അത് കൊയ്ത്തുണ്ട്. പക്ഷെ ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തി എന്ത് ചെയ്യണം? മരപ്പിക്കണം. ആത്മാവിൽ വിതയ്ക്കണം. ആത്മാവിൽ വിതച്ചാൽ ആത്മാവിന്റെ ഫലമുണ്ട്. എന്താ ആത്മാവിന്റെ ഫലം? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം. ഈ ഫലങ്ങളെല്ലാം കൊയ്യാം. ആത്മാവിൽ വിതച്ച സന്തോഷം കൊയ്യാം, സമാധാനം, സ്വസ്ഥത എല്ലാം കൊയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ എന്താണോ വിതയ്ക്കുന്നത് അത് നമ്മൾ കൊയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ന്യായപ്രമാണത്തെ എന്ത് ചെയ്യരുത്? മറക്കരുത്. ദൈവത്തെ എന്ത് ചെയ്യരുത്? മറക്കരുത്. പിതാക്കന്മാർ ആചരിച്ചു പോന്ന മിഥ്യാമൂർത്തികളെ വിട്ടുകളയണം. പഴയത് വിട്ടുകളയണം.
നമ്മൾ ഒരുവൻ ക്രിസ്തുവിലായ പുതിയ സൃഷ്ടിയാ. പഴയ പാരമ്പര്യം ഒന്നും പിടിച്ചോണ്ടിരിക്കില്ല. വിട്ടുകളയേണ്ടത് വിട്ടുകളയണം. ഇല്ലെങ്കിൽ തീ അയക്കും ദൈവം. തീ എന്ന് പറഞ്ഞാൽ എല്ലാ അഭിഷേകവും അല്ല. എല്ലാ തീയും അഭിഷേകമാണോ? അല്ല. പിന്നെ എന്തുണ്ട്? ദഹിക്കുന്ന അഗ്നിയാ, കത്തിച്ചു കളയും. ന്യായവിധിയായിട്ട് തീയെ കാണിക്കുന്നത്. സ്തോത്രം. അത് എവിടെ അയക്കും? യെരൂശലേമിലെ അരമനകളെ അയക്കും. യെരൂശലേമിലെ അയക്കും, യഹൂദയിലയക്കും, ന്യായവിധി അയക്കും ദൈവം. പ്രവാചകൻ ദൂത് പറയും. അപ്പോൾ ദൂത് പറഞ്ഞപ്പോൾ അമസ്യാവ് പറഞ്ഞു, എടാ ദർശക, നീ നിന്റെ ദേശത്ത് പോയി പ്രവചിക്കുക, ഇവിടെ വന്ന് പ്രവചിക്കരുത്. സ്തോത്രം. അങ്ങനെ അപമാനവും നിന്ദയും പരിഹാസവും ഒക്കെ സഹിക്കേണ്ടി വന്നെങ്കിലും അദ്ദേഹം ശുശ്രൂഷയൊന്നും കളഞ്ഞില്ല. ശക്തമായി ശുശ്രൂഷിച്ചു. ദൈവമക്കളെ, നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ നിങ്ങൾക്കൊക്കെ ജീവിതഭാരം ഉള്ളതുപോലെ തന്നെ ജീവിക്കാൻ വേണ്ടി നിങ്ങൾ ഓരോ കാര്യത്തിന് വേണ്ടി ഓടുമ്പോൾ തന്നെ നിങ്ങൾ കർത്താവിൻ്റെ വേലയെക്കുറിച്ചുള്ള വലിയ ആത്മഭാരം നിങ്ങൾക്കുണ്ടായിരിക്കണം. നമ്മുടെ IPC ബദൽ പത്തനംതിട്ട ചർച്ചിലെ ദൈവമക്കൾക്ക് നമ്മുടെ പത്തനംതിട്ടയിലെ പ്രവർത്തനത്തെക്കുറിച്ചൊരു ആത്മഭാരം വേണം. ആത്മഭാരം ദൈവദാസന് മാത്രം വന്നാൽ നടക്കുമോ? ഇല്ല. എല്ലാ വിശ്വാസികൾക്കും വലിയ ആത്മഭാരം ഉണ്ടെങ്കിലേ എന്ത് ചെയ്യത്തുള്ളൂ? ദേശത്ത് വേല വിജയിക്കത്തുള്ളൂ. സ്തോത്രം. ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പം ജീവിതഭാരം, ശുശ്രൂഷഭാരം, മൂന്നാമത്തെ ഭാരം നമ്മളിപ്പം ശുശ്രൂഷിക്കുന്ന ആത്മഭാരം എന്ന് പറഞ്ഞാൽ മധ്യസ്ഥ പ്രാർത്ഥന. ബൈബിൾ വീക്ഷണത്തിൽ ഒത്തിരി പേര് മധ്യസ്ഥ അണച്ചിട്ടുണ്ട് ഇല്ലേ? അബ്രാഹാം ലോത്തിന്റെ വിടുതലിന് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അബ്രാഹാം എന്തുകൊണ്ടായിരിക്കാം ലോത്തിനെ വിടുതലിന് വേണ്ടി അല്ലെങ്കിൽ സോദോം ഗോമോറയുടെ വിടുതലിന് വേണ്ടി ഇത്രമാത്രം കരയുന്നത്? ശ്രദ്ധിച്ചിട്ടുണ്ടോ? അബ്രാഹാം എന്തിനാ കരയുന്നത്? തൻ്റെ സഹോദരപുത്രൻ, ആ സഹോദരൻ മരിച്ചുപോയി. ആരാ സഹോദരൻ? നാഹോറിൻ്റെ പുത്രനാണ് ആര്? കാരണം താൻ വിശ്വാസത്തിൽ വന്നപ്പം തൊട്ട് തൻ്റെ കൂടെ ആരുണ്ട്? ലോത്തുണ്ട് ഇല്ലേ? വിളി കേട്ടിട്ട് ഇറങ്ങിയ ആളൊന്നും അല്ല ആര്? പക്ഷെ വിളി കേട്ടിറങ്ങിയത് ആരാ? അബ്രാഹാമാ. അബ്രാഹാം എന്ന് പറയുന്ന ഒറ്റ വ്യക്തിയാണ് വിളി കേട്ടിറങ്ങിയത്. ആ ഒറ്റ വ്യക്തിയുടെ ദർശനപ്രകാരമാണ് ആരൊക്കെ ഇറങ്ങിയത്? ലോത്ത്, പിന്നെ അപ്പൻ തേരഹ് ഇല്ലേ? അപ്പനും ബാക്കിയുള്ളവരെല്ലാം ആരുടെ കൂടെ ഇറങ്ങി? എന്തോ ദർശനമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. വീടുണ്ടോ? ഒരു വീടുണ്ടെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ആരെങ്കിലും ഒരാളുടെ കൂടെ പോരണമെങ്കിൽ എന്തൊക്കെ വേണം? വീട്, അത്യാവശ്യം ജീവിക്കാനുള്ള ചുറ്റുപാടെല്ലാം വേണ്ടേ? പക്ഷെ അബ്രാഹാമിനോട് ദൈവം പറഞ്ഞു, ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പുറപ്പെട്ടോളാൻ പറഞ്ഞു. അങ്ങനെ അബ്രാഹാം ഇറങ്ങി തിരിച്ചപ്പോൾ ആ മോൻ്റെ കൂടെ ഒരു മടിയും കൂടാതെ അപ്പനും ഇറങ്ങി, സഹോദരപുത്രൻ ഇറങ്ങി, എല്ലാവരും ഇറങ്ങി. പക്ഷെ ദൈവം ഒരു നന്മയ്ക്ക് മുടക്കം വരുത്തിയോ? ഇല്ല. അവസ്ഥകൾക്ക് മാറ്റം വന്നു. നിന്റെ വീട്ടിൽ നിനക്കാ ദർശനം തന്നിരിക്കുന്നത്. നിന്റെ വീട്ടിൽ നീ ആ കാഴ്ചപ്പാടുള്ളവൻ. നിന്നെ നടത്തുന്നത് ദൈവമാകട്ടോ. നിന്നെ നടത്തുമ്പോൾ നിന്റെ കൂടെ ഉള്ളവരെ ദൈവം നടത്താൻ വിശ്വസ്തനാണ്. അപ്പം തൻ്റെ കൂടെ ഇറങ്ങിയത് ലോത്ത. പക്ഷെ 13-ാം അധ്യായം വരുമ്പം 12-ാം അധ്യായത്തിൽ അബ്രാഹാം ഇറങ്ങി. 13-ാം അധ്യായം ഇപ്പോൾ ആര് പിരിഞ്ഞുപോയി? ലോത്ത് പിരിഞ്ഞു. ഒറ്റ അധ്യായം കഴിഞ്ഞപ്പോൾ ലോത്ത് വിട്ടുപോയി. പൈസ ആയി കഴിഞ്ഞപ്പം അവിടെ വിളിയും വിശ്വസ്തയെല്ലാം മാറി. കണ്ടോ? കൂടെ ഇറങ്ങി വരാം. പക്ഷെ ലോത്തിനും ആടുമാടുകളായി, അബ്രാഹാമിനും ആടുകൾ. അപ്പോൾ ഇവരുടെ ദാസന്മാർ തമ്മിൽ എന്തായി? അടിയ വഴക്ക. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഈ മെയിൻ പ്രശ്നങ്ങളൊക്കെ വരുന്നത് പണത്തിൻ്റെ അഹങ്കാരം നിമിത്തമാണ്. ഒന്നുമില്ലെങ്കിൽ ഭയങ്കര ഐക്യത. എന്തെങ്കിലുമൊക്കെ ആയി കഴിയുമ്പോൾ എന്തുള്ളൂ? പ്രശ്നമുള്ളൂ. സ്തോത്രം. എന്തെങ്കിലുമൊക്കെ ആയി, ഇപ്പോൾ വീടായി സൗകര്യങ്ങളായി എല്ലാം ആയി കഴിഞ്ഞപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പണ്ട് അതല്ലായിരുന്നു. കാന്താരിമുളകും കപ്പയും മാത്രം ഉള്ളപ്പോൾ ഒരു പണക്കവും ഇല്ല. മനസ്സിലാണ്? അഡ്ജസ്റ്റ് ചെയ്തോളൂ. പക്ഷെ പണവും സൗകര്യവും ആയപ്പോഴേക്ക് ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ലോത്ത് ഈ വിഷയം അറിഞ്ഞു, അബ്രാഹാം ഈ വിഷയം അറിഞ്ഞു. അബ്രാഹാം ഈ വിഷയം അറിഞ്ഞ പാടെ അബ്രാഹാം പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ള സ്ഥലം തിരഞ്ഞെടുക്കും. ഇനിയിപ്പോൾ നമ്മൾ ഒന്നിച്ചു പോകുന്നത് ശരിയാകത്തില്ല. ഇഷ്ടമുള്ള സ്ഥലം തിരഞ്ഞെടുത്തോളാം. അപ്പം ലോത്ത് നോക്കുമ്പോൾ നീരോട്ടമുള്ള സ്ഥലം, അന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും നല്ല സ്ഥലം സോദോം ഗോമോറ പ്രവശ്യ, ആ സ്ഥലങ്ങളാണ്. അപ്പോൾ അദ്ദേഹം നോക്കി, നല്ല സ്ഥലം, ആടുമാടുകൾക്ക് കൊള്ളാവുന്ന സ്ഥലം, കന്നുകാലികൾക്ക് കൊള്ളാവുന്ന സ്ഥലം, വസിക്കാൻ പറ്റുന്ന സ്ഥലം, സെറ്റപ്പുള്ള സ്ഥലം നോക്കി തെരഞ്ഞെടുത്തു. അങ്ങനെ പോയി. അബ്രാഹാം ഒരു പരാതിയും പറഞ്ഞില്ല. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചിന്തിച്ച് തോർക്കുന്നുണ്ടോ? അന്നേരം അബ്രാഹാമിൻ്റെ തലയെ ദൈവം എന്ത് ചെയ്തു? ഉയർത്തി. എന്ന് എപ്പോഴാണ് ഉയർത്തുന്നത്? ലോത്ത് പോയി കഴിഞ്ഞപ്പോൾ ദൈവം തല ഉയർത്തി. സ്തോത്രം. അപ്പം സത്യം പറഞ്ഞാൽ അതിന് വേദപണ്ഡിതാക്കന്മാർ പറയുന്ന ഒരു അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ, അബ്രാഹാം വിചാരിച്ചു അബ്രാഹാമിന് ചിലപ്പോൾ നല്ല സ്ഥലത്തിലേക്ക് ലോത്ത് മനസ്സലിഞ്ഞ് വിടുമായിരിക്കുമെന്ന്. ലോത്തൊരു സ്ഥലത്തേക്ക് മാറിക്കഴിഞ്ഞാൽ സോദോം ഗോമോറയിലേക്ക് ആര് പോയേനെ? അബ്രാഹാം പോയേനെ. ലോകത്തിൻ്റെ പുറകെ ചിലപ്പം ആ വഴിയിലേക്ക് പോകേണ്ടി വന്നേനെ. പക്ഷേ
ലോത്ത് നല്ല സ്ഥലം തെരഞ്ഞെടുത്ത് പോയപ്പോൾ അബ്രഹാം വിശ്വാസത്തെ ദൈവമുഖത്തേക്ക് നോക്കി. ദൈവം ഉയർത്തി, തല ഉയർത്തി. അങ്ങനെയാ തേജോമയനായ ദൈവത്തെ കണ്ടു എന്നവർ. സ്തോത്രം. അങ്ങനെയാ അത്യുന്നതനായ ദൈവത്തെ കണ്ട്, അങ്ങനെയാ സർവശക്തനായ ദൈവത്തെ കണ്ട്, അങ്ങനെയാ ആമേൻ നിത്യനായ ദൈവത്തെ കാണുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അബ്രഹാം വഴി നടത്തിയാണ്, അബ്രഹാമിനെ ദൈവം വഴി നടത്തിയാണ്. അങ്ങനെ അബ്രഹാം വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പുകൾ വെച്ചു, വഴി നടത്തി, ഒരു കുറവും വന്നില്ല. അന്നേരം ഈ പോയ ആള്, സമ്പത്തിൻ്റെ പുറകെ പോയ ആള് പോയ ദേശത്ത് പാപം പെരുകിയപ്പോൾ അവിടെ ദൈവം ന്യായവിധി അയച്ചു. ന്യായവിധി അയച്ചപ്പോൾ അബ്രഹാമിനോട് ദൈവം ഇടപെട്ടു. കാരണം അബ്രഹാമിൻ്റെ വീട്ടിൽ 3 പേരാ വന്നേ, 2 ദൂതന്മാരും 1 ദൈവവും. അങ്ങനെ 3 പേര് വന്നു. 3 പേർക്ക് അബ്രഹാം ആഹാരം കൊടുത്തു കഴിഞ്ഞപ്പോൾ 2 ദൂതന്മാർ സോദോമിലേക്ക് പോയി. ദൈവം അവിടെ നിന്നു. ദൈവം അബ്രഹാമിനോട് കുശലം ആയി സംസാരിച്ചു. ഈ ദൈവം തൻ്റെ ഭക്തന്മാരോട് സംസാരിക്കുന്ന ദൈവമാണ് കേട്ടോ. ദൈവം ഇങ്ങനെ ഇടപെട്ടു. അപ്പം ദൈവത്തിൻ്റെ അടുത്ത പ്ലാൻ എന്താണെന്നുള്ളത് അബ്രഹാമിനോട് അറിയിച്ചു. എന്താ പ്ലാൻ? സോദോം ഗോമോറ നശിക്കാൻ പോകും. പാപം പെരുകി, അതിക്രമം പെരുകി, അവിടുത്തെ മ്ലേച്ഛത പെരുകി. അതുകൊണ്ട് സോദോം ഗോമോറയെ നശിപ്പിക്കാൻ പോവുക. അപ്പം അബ്രഹാമൻ അന്നേരം മനസ്സിൽ തോന്നി, അവിടെയാണ് എൻ്റെ സഹോദരപുത്രനുള്ളത്. നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയുള്ള കരച്ചിലുകൾ കുറയ്ക്കരുത് കേട്ടോ. നിങ്ങളുടെ പ്രാർത്ഥന, മധ്യസ്ഥ പ്രാർത്ഥന, നമ്മുടെ രക്തബന്ധങ്ങൾ വിടുവിക്കപ്പെടും. ഒരു ഉദാഹരണം പറയാമോ നിങ്ങൾക്ക്? എലീജ, എന്താ പരിപാടി? അപ്പം നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ വിടുവിക്കപ്പെടും. ബൈബിളിൻ്റെ ഉള്ളിൽ പൗലോസ് പറഞ്ഞില്ലേ, എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി വേർപെട്ട് ഞാൻ ശാപഗ്രസ്തനാകാൻ വരെ ഞാൻ തയ്യാറാ. സ്തോത്രം. ചിലപ്പം ദൈവത്തിന് നമ്മളെയാണ് പ്രാർത്ഥിക്കാൻ വേണ്ടി ആക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ കണ്ട ദർശനം, നമ്മൾ കണ്ട വിശ്വാസ ജീവിതം അവരറിഞ്ഞിട്ടില്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇടിവിൽ നിൽക്കണം. യോബിന്റെ സഹോദരങ്ങൾ എന്ന് പറഞ്ഞാൽ അത് രക്തബന്ധമല്ല എങ്കിലും അവരുടെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ പ്രാർത്ഥനയാൽ വലിയ വിടുതലുകൾ നടക്കും കേട്ടോ. മധ്യസ്ഥ പ്രാർത്ഥന വലിയ വിടുതലാണ്. അബ്രഹാം പ്രാർത്ഥിച്ചു, ദൂതൻ അവിടെ ചെന്നു, ലോത്തിനെ വിടുവിച്ചു, വലിച്ചിറക്കി പുറത്തു കൊണ്ടുവന്നു. സ്തോത്രം. നിങ്ങൾ അന്നേരം ചിന്തിച്ചിട്ടുണ്ട്, ഈ ലോത്തിൻ്റെ ഭാര്യയോട് പുറകോട്ട് നോക്കല്ലെന്നല്ലേ പറഞ്ഞു, അല്ലേ? എല്ലാം വിട്ടിറങ്ങണം. അത് എന്തിനാ കാണിക്കുമെന്നറിയോ? നമ്മൾ ഒരു ദിവസം ഈ മണ്ണെ വിട്ടു പോകണം, അല്ലേ? ഇവിടെ ഉണ്ടാക്കിയ സമ്പാദ്യം എല്ലാം വിട്ടിട്ട് നമ്മൾ പോകണം. എവിടെ പോകണം? കർത്താവിൻ്റെ സന്നിധി പോകണം. കാഹളം ധ്വനിക്കുമ്പോൾ പോകണം. അപ്പം നമ്മളെ പിടിച്ചു വെക്കുന്ന ഒന്നും ഇവിടെ ഉണ്ടാകും. ഒരു ബന്ധവും ദൈവത്തെക്കാൾ വലുതല്ല. മനസ്സിലാകുന്നുണ്ടോ? അപ്പം ശരിക്കും പറഞ്ഞാൽ ലോത്തിനെ വിടുവിച്ചു പോകുമ്പോൾ ദൂതന്മാർ പ്രത്യേകം പറഞ്ഞു പുറകോട്ട് നോക്കരുത്. ഈ പുറകോട്ട് നോക്കാന്ന് പറഞ്ഞാൽ എങ്ങനെ നോക്കിയെന്നാണ് നിങ്ങളുടെ മനസ്സിൽ വരുന്നത്? ഇങ്ങനെ നോക്കി, ഇതല്ലേ നമ്മുടെ ചിന്ത വരുന്നത്, പുറകോട്ട് നോക്കിയെന്നുള്ളത്. സത്യത്തിൽ 2 നിലയും നമുക്ക് ചിന്തിക്കാം. അവൾ അവിടം വിട്ടു പോന്നെങ്കിലും മനസ്സുകൊണ്ട് എവിടെയാ? സോദോമില, അല്ലേ? മനസ്സ് മുഴുവൻ എവിടെയാ? സോദോമില. പെന്തക്കോസ്തി വന്നാലും മനസ്സ് മുഴുവൻ ലോകത്തിലാണെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര വിടുതൽ. ഞാൻ ഈ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഓർത്ത് ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുകയും ഭാരപ്പെടാറുണ്ട്. ചിലപ്പോൾ നമ്മുടെ പെങ്ങളൊന്നും വിശ്വാസത്തിൽ വന്നിട്ടില്ലല്ലോ, വിശ്വാസം വന്നിട്ടില്ല. അപ്പം പെങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ആൻമോള് പറഞ്ഞു, എനിക്കൊരു കമ്മല്, എനിക്കൊരു മാല, എനിക്കൊരു വള. സ്തോത്രം. അപ്പം ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല. ഇന്നലെ വൈകിട്ട് പോയിട്ട് 2 വള, കമ്മല്. പെങ്ങളായിപ്പോയില്ല, മൂത്തയാളായിപ്പോയി. നമുക്കൊന്നും അധികം പറയാൻ പറ്റത്തില്ല. പിന്നെ പെങ്ങൾ പോയി കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യും? ഞാൻ പറയുക. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് കുലുക്കി എന്നെ കാണിക്കുമോ രാവിലെ? സ്തോത്രം. കൊച്ചുറങ്ങിപ്പോയി. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ സോദോം വിട്ടിട്ടുണ്ടോ? ദൈവമക്കൾ സോദോം വിട്ടിട്ടുണ്ടോ? കുഞ്ഞുങ്ങളെ നമ്മളിപ്പം വിലക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്കൊരു തിരിച്ചറിവാകുമ്പോൾ അവർ വിടും, അല്ലേ? എന്നാൽ തിരിച്ചറിവായ ദൈവമക്കളോടെ ഞാൻ ചോദിക്കുന്നേ, ലോത്തിന്റെ ഭാര്യയ്ക്ക് തിരിച്ചറിവായതാ. നീ സോദോം വിട്ടിട്ടുണ്ടോ? പഴയത് വിട്ടിട്ടുണ്ടോ? പഴയത് വിടാത്തിടത്തോളം കാലം നീ പിന്മാറ്റത്തിലാണ്. അതുകൊണ്ടാണ് ലോത്തിന്റെ ഭാര്യ ഓർക്കാൻ വേറെ ഏതെങ്കിലും സഹോദരി ഓർക്കാൻ പറഞ്ഞിട്ടുണ്ട്? നമ്മുടെ ഇവിടെ ഒരു പോൾ പാസ്റ്റർ, അനിപാസ്റ്ററിന്റെ ആത്മാർത്ഥ സ്നേഹിതനാണ്. അദ്ദേഹം ആദ്യം ഇവിടെ പ്രസംഗിക്കാൻ വന്നപ്പോൾ പറഞ്ഞു, എനിക്ക് എന്നും ഒരു ഭാര്യനെ ഓർമ്മ വരും. സ്വത്രം. അപ്പം ഞാൻ ആകെ അന്തിച്ചു പോയി. എൻ്റെ ഭാര്യയെ കൂടാതെ വേറെ ഒരു ഭാര്യനെ ഓർമ്മ വരുമെന്ന്. അപ്പം പിന്നെ അദ്ദേഹം ആ വിഷയം അങ്ങ് വിട്ടു. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കുക, അദ്ദേഹം ഏത് ഭാര്യനെ ഓർക്കുന്നത്? പിന്നെ അവസാനം പറഞ്ഞ ലോത്തിൻ്റെ ഭാര്യനെ ഓർക്കുന്നതെന്ന്. ഇവിടെ നമുക്ക് ഒരെണ്ണത്തിൽ തന്നെ ഓർക്കാൻ പറ്റാത്ത സ്ഥിതി. അപ്പം ലോത്തിൻ്റെ ഭാര്യനെ എന്തിനാ ഈ ലോത്തിൻ്റെ ഭാര്യനെ ഓർക്കുന്നേ?
ഒരു മുന്നറിയിപ്പാണ് അല്ലേ? എന്താ മുന്നറിയിപ്പ്? അവൾ സോദോം വിട്ടെങ്കിലും അവളുടെ ഹൃദയത്തിൽ സോദോം ഇരിക്കുക. ഇസ്രായേൽ മക്കൾ മിസ്രൈം വിട്ടെങ്കിലും വഴിത്തലക്കിൽ വെച്ച് മിസ്രൈം പുറത്തു വന്നു, കാളക്കുട്ടി പുറത്തു വന്നു. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ സോദോം വിട്ടെങ്കിലും നിങ്ങളുടെ അകത്ത് സോദോം ഉണ്ടെങ്കിൽ, നിങ്ങൾ ലോകം വിട്ടെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ ലോകമോഹമുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ദൈവം പ്രസാദിക്കത്തില്ല, ദൈവം ഇടപെടത്തില്ല. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതൊക്കെ മുന്നറിയിപ്പുകൾ തന്നെ പഠിക്കണം. എബ്രായ ലേഖനത്തിൽ മുന്നറിയിപ്പുകൾ ഒത്തിരി ഉണ്ട്. അത് പിന്നീട് ഒരു അവസരത്തിൽ നമുക്ക് എടുക്കാം. മടങ്ങി വരട്ടെ ദൈവമക്കളെ. നമ്മൾ ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ മധ്യസ്ഥ പ്രാർത്ഥന വിടുതലിന് കാരണമാകും. ലോത്തിന്റെ വിടുതലിന്റെ കാരണം അബ്രാഹാം തന്നെയാണ്. അതുകൊണ്ടാണ് പറയുന്നത് 50 നീതിമാന്മാരുണ്ടെങ്കിൽ കർത്താവേ നീ സോദോമിനെ നശിപ്പിക്കും. എന്തോ ആത്മഭാരം അല്ലേ? ശരിക്കും 45, 40, 30, 20, 10 ഇങ്ങനെ ദൈവത്തോട് ചോദിക്കുക. അപ്പോൾ എത്ര സമയം മമ്രയുടെ തോപ്പിൽ അബ്രഹാം കരഞ്ഞിട്ടുണ്ടാവും. കർത്താവെ നീ നശിപ്പിക്കുമോ, കർത്താവെ അപ്പോൾ കർത്താവ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറയാം, നശിപ്പിക്കത്തില്ല. എന്താ കാരണം? നശിപ്പിക്കത്തില്ലെന്ന് പറയാൻ കാരണം അവിടെ നീതിമാന്മാരുണ്ടെങ്കിൽ നശിപ്പിക്കത്തില്ല. നീതിമാന്മാരില്ലാത്തത് കൊണ്ടാണ് സോദോമിനെ നശിപ്പിച്ചത്. നമ്മുടെ ദേശത്ത് ഈ പൂങ്കാവ് ദേശം നശിപ്പിക്കപ്പെടാതിരിക്കുന്നതിൻ്റെ പിന്നിൽ കാരണം ഇവിടെ നീതിമാന്മാരുള്ളത് കൊണ്ടാണ്. പത്തനംതിട്ട നശിപ്പിക്കപ്പെടാതിരിക്കുന്നതിൻ്റെ കാരണം അവിടെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുള്ളത് കൊണ്ടാണ്, ഇല്ലേ? ഓരോ ദേശത്തും ദൈവമക്കളെ ദൈവം ആക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ദൈവം ചിതറിക്കുന്നത്. എന്തിനാ ദൈവമക്കളെ ചിതറിക്കുന്നത്? ഓരോ ദേശത്ത് കൊണ്ടുപോയി. ഇപ്പം തുമ്പമണ്ണ് തന്നെ ദൈവം എന്തിനാ ആക്കിയേക്കുന്നത്? ആ ദേശത്ത് നീതിമാനായി ജീവിക്കാനാണ്. വാഴമുട്ടത്ത് രാഴ്ചനാക്കിയേക്കുന്നത് എന്തിനാ? അവിടെ നീതിമാനായി ജീവിക്കാനാണ്. ആ ദേശത്തെ കുറിച്ച് ചോദിക്കുന്നത് ആരോടാ? അല്ലേ? ഓരോ ദേശത്തെ കുറിച്ചും ചോദിക്കും. ആരോട് ചോദിക്കും? ദൈവമക്കളോട് ചോദിക്കും. ഇലന്തൂര് എന്ന് പറയുമ്പോൾ ദൈവം ആദ്യം കാണുന്ന ആരെ ആയിരിക്കും? പ്രാർത്ഥിക്കാറുണ്ടോ ഇലന്തൂരിന് വേണ്ടി? ദേശത്തിന് വേണ്ടി പ്രവർത്തിക്കാനും കരയാനും ഉത്സാഹമുള്ളപ്പോൾ ദൈവപ്രവൃത്തി ഭയങ്കരമായിരിക്കും. സ്തോത്രം. നമ്മളെ ദേശത്തിൻ്റെ കാവൽക്കാരൻ, നമ്മളെ ദേശത്താക്കി വെച്ചിരിക്കുന്നു. അബ്രഹാം ഇടിവിൽ നിന്നു കരഞ്ഞു, ലോത്ത് വിടുവിക്കപ്പെട്ടു, ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. മധ്യസ്ഥ പ്രാർത്ഥന ഭയങ്കരമാണ്. പിന്നീട് കാണുന്നത് മറ്റൊരു മധ്യസ്ഥ പ്രാർത്ഥനയാണ്, മോശയുടെ മധ്യസ്ഥ പ്രാർത്ഥന. ഒരു ജനതയെ മുഴുവൻ ദൈവം നശിപ്പിക്കാൻ പോവാം. ഇസ്രായേൽ ജനതയെ മുഴുവൻ ദൈവം മോശയോട് പറഞ്ഞു, മോശേ നിന്നെ ഞാൻ വലിയൊരു ജാതിയാക്കാം, ഈ ജനത്തെ മുഴുവൻ ഞാൻ എന്ത് ചെയ്യാം? നശിപ്പിക്കാം. ഒരു വലിയ ഓഫറാണ്, നിന്നെ വലിയ ജാതിയാക്കാം. കാരണം അത് പറയാനൊരു കാരണമുണ്ട്. ഈ സഭ എന്നും പ്രശ്നമാണ്. ഏത് സഭ? ഇസ്രായേൽ സഭ. ഇവരിറങ്ങിയപ്പം വിശുദ്ധ ജനമായിരുന്നു. മരുഭൂമിയിലെ സഭ എന്നായിരുന്നു പേര്. അനുഗ്രഹിക്കപ്പെട്ട സഭ. അതിനെ ബിലിയാം വിളിച്ചത് തനിച്ചു പാർക്കുന്ന ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടാത്ത ഒരു വേർപെട്ട സഭ. പക്ഷെ കുറെ കഴിഞ്ഞപ്പോൾ എല്ലാ ജാതികളോട് ഇടകലർന്നു, ബാൽ പേരിനോട് ചേർന്നു, ഇല്ലേ? അമാലിക്കരുമായി ദൈവഹിതമില്ലാത്ത ബന്ധത്തിൽ ഏർപ്പെട്ടു. പിന്നെ എന്താ? അവര് വേറെ നേതാവിനെ ഉണ്ടാക്കി മിസ്രൈമിലേക്ക് പോകാൻ നോക്കി. മോശ എന്ന ആത്മീയ നേതാവ് ഇരിക്കുമ്പോൾ തന്നെ വേറെ നേതാവിനെ ഉണ്ടാക്കി. കോരഹവും കൂട്ടരും എഴുന്നേറ്റ് മത്സരിച്ചു, ദൈവദാസനെതിരെ കല്ല് പറക്കി എറിയാൻ നോക്കി. അപ്പം ഈ എന്നും പ്രശ്നമാണ് ചർച്ചിൽ. കാളക്കുട്ടി ഉണ്ടാക്കി. മരുഭൂമി എന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ എളുപ്പമാണ്. എല്ലാ ദിവസവും കരുതൽ കണ്ടിങ്ങനെ വരുമ്പോൾ തന്നെ മേഘസ്തംഭം, അഗ്നിത്തൂണ്, ചെരുപ്പ് തെയ്യുന്നില്ല, വസ്ത്രം പഴകുന്നില്ല. രാവിലെ എഴുന്ന് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ മഞ്ഞിൽ പൊതിഞ്ഞ് മഞ്ഞ ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ എല്ലാം കൊടുത്ത് ഭംഗിയായി വരുമ്പോൾ തന്നെ ദൈവീകമായ ഇടപെടലുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ ജീവിതത്തിൻ്റെ അകത്ത് അവർ ഇഷ്ടം പോലെ പാപം ചെയ്തു. അതുകൊണ്ടാണ് 40 വർഷം കൊണ്ട് അവരെല്ലാം ദൈവം ഒടുക്കിക്കളഞ്ഞ്. 40 വർഷം, ഇല്ലേ? ഈ നമ്മുടെ ക്രിസ്തീയ ജീവിതം ഭയത്തോടെ ജീവിച്ചോണം. ഭയത്തോടെ ജീവിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ദൈവം കാരണം കൂടാതെ ന്യായവിധി അയച്ചു. പക്ഷേ ഈ 40 വർഷത്തിൽ ന്യായവിധി വരുമ്പോൾ ഇവർ പാപം ചെയ്യുന്ന നിമിത്തമാണ് തീ ഇറങ്ങിയത്. ഇവർ പാപം ചെയ്തത് കൊണ്ടാണ് അഗ്നിസർപ്പം ഇറങ്ങിയത്. ഇവർ പാപം ചെയ്തത് കൊണ്ടാണ് പാളയത്തെ ദൈവം നശിപ്പിച്ചത്. അപ്പം മോശ ആ സമയത്തൊക്കെ ഇടിവിൽ നിൽക്കും, കർത്താവേ ജനത്തെ നശിപ്പിക്കല്ലേ, ജനത്തെ നശിപ്പിക്കല്ലേ. ധൂപക്കുറ്റി എടുത്തോണ്ട് വന്ന് വീശി ദൈവസന്നിധി ഇടിവിൽ നിന്നിട്ട് പറയും, കർത്താവേ പാവം കണക്കിടരുത്. അന്നേരം ദൈവം ന്യായവിധി മാറ്റിക്കളയും. കണ്ടോ മധ്യസ്ഥ പ്രാർത്ഥനയുടെ വില കണ്ടോ? നിങ്ങളുടെ മധ്യസ്ഥ പ്രാർത്ഥന, ദേശത്തിന് വേണ്ടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥന, ജനങ്ങൾക്ക് വേണ്ടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥന, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥന, മക്കൾക്ക് വേണ്ടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥന വലിയ വിടുതലാണ്. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളൊക്കെ പുറത്തൊക്കെയാണ് കരഞ്ഞോണം. അപ്പന്മാരുടെ അമ്മമാരുടെ പ്രാർത്ഥന മക്കളുടെ ജീവിതത്തിൽ വിടുതല. ദൈവദാസന്മാരുടെ മധ്യസ്ഥത സഭയിലെ ദൈവമക്കൾക്ക് വിടുതല.
ദേശത്തിന് വേണ്ടിയുള്ള മധ്യസ്ഥത, ദേശത്തിന് വിടുതല. കരം തട്ടി ഒന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്ത് ന്യായവിധികൾ വഴിമാറട്ടെ യേശുവിന്റെ നാമത്തിൽ. ആമോസ് ഒരു മധ്യസ്ഥ പ്രാർത്ഥനാ വീരൻ. അദ്ദേഹം മധ്യസ്ഥ അണച്ച വിഷയങ്ങളിന്മേൽ വലിയ വിടുതൽ കിട്ടിയിട്ടുണ്ട്. സ്തോത്രം. എന്നാൽ മൂന്നാമത്തെ മധ്യസ്ഥത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദൈവം ആമോസിന്റെ പ്രാർത്ഥന, മൂന്നാമത്തെ പ്രാർത്ഥന, അതിൻ്റെ ഉള്ളിൽ ന്യായവിധി മാറിപ്പോകുന്നില്ല. 7-ാം അധ്യായം, ആമീൻ, തൂക്കുകെട്ടയുടെ ദർശനം വായിച്ചാൽ. കർത്താവ് കയ്യിൽ തൂക്കുകെട്ട പിടിച്ചുകൊണ്ട് യഹോവ എന്നോട് ആമോസേ എന്ത് കാണുന്നു എന്ന് ചോദിച്ചതിന് ഒരു തൂക്കുകെട്ട എന്ന് ഞാൻ പറഞ്ഞു. അതിന് കർത്താവ്, ഞാൻ എന്റെ ജനമായ ഇസ്രായേലിന്റെ നടുവിൽ ഒരു തൂക്കുകെട്ട പിടിക്കും. ഞാൻ ഇനി അവരെ ശിക്ഷിക്കാതെ വിടുകയില്ല. ഇസ്ഹാക്കിന്റെ പൂജാഗിരികൾ പാഴും ഇസ്രായേലിന്റെ വിശുദ്ധ മന്ദിരങ്ങൾ ശൂന്യവുമായി തീരും. കണ്ടോ, ഈ സത്യത്തില് ആദ്യത്തെ 2 പ്രാർത്ഥനയാൽ എന്ത് സംഭവിച്ചു? ന്യായവിധി മാറിപ്പോയി. പക്ഷെ മൂന്നാമത്തെ പറയാ, ശിക്ഷിക്കാതെ വിടത്തില്ല. മധ്യസ്ഥ അണച്ചാലും ചിലത് എന്ത് ചെയ്യത്തില്ല, മാറിപ്പോകത്തില്ല. അതിനൊരു ഉദാഹരണം പറയാമോ? മധ്യസ്ഥ അണച്ചിട്ടും മാറിപ്പോകാത്ത ചിലത്. ദാവീദ് തൻ്റെ മകന് വേണ്ടി 7 ദിവസക്കാലം ഉപവാസം ഇരുന്നു, ഇല്ലേ? എന്നിട്ട് മാറിപ്പോയോ? ഇല്ല, അത് മരണം സംഭവിച്ചു, ഇല്ലേ? അതിൻ്റെ പിന്നിൽ ദാവീദിന് മധ്യസ്ഥ അണച്ചിട്ടും ആ വിഷയം മാറിപ്പോകാത്തതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട്. എന്നാണെന്നറിയോ? ദാവീദിന് ഉറപ്പായി ആ 7 ദിവസം ഫാസ്റ്റിംഗ് ഇരുന്നപ്പോൾ മോൻ എവിടെ എത്തി? സ്വർഗത്തിലെത്തി. കണ്ടോ, മധ്യസ്ഥ ഉറപ്പായി മോൻ എവിടെ എത്തി? സ്വർഗത്തിലെത്തി. അപ്പോൾ സ്വർഗത്തിലെത്തിയെന്ന് ഒരു നല്ല ഉറപ്പ് കിട്ടിയതുകൊണ്ടാണ് 7 ദിവസം കഴിഞ്ഞ് ഉപവാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ച് ബലപ്പെട്ടത്. സ്തോത്രം. മധ്യസ്ഥ അണയ്ക്കാനുള്ളത് അണച്ചു, പിന്നെ പ്രവർത്തിക്കുന്നത് ദൈവമാണ്. നമ്മൾ പ്രാർത്ഥിക്കാനുള്ളത് നമ്മൾ പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കാൻ ദൈവത്തിന് വിട്ടുകൊടുക്കുക. സകല പരമ അധികാരവും ദൈവത്തിനാണുള്ളത്. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഇന്ന് രാത്രി ചെറിയ ചിന്ത. ആമോസ് ഒരു മധ്യസ്ഥ പ്രാർത്ഥനാ വീരൻ. നിങ്ങളും പ്രാർത്ഥനയിൽ ഉറ്റിരുന്നാൽ, മധ്യസ്ഥ അണച്ചാൽ ലജ്ജിക്കേണ്ടി വരത്തില്ല. മക്കൾക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുക. ന്യായവിധികൾ മാറിപ്പോകും, ദൈവപ്രവൃത്തി വെളിപ്പെടും, അനർത്ഥങ്ങൾ മാറിപ്പോകും, വിടുതലുകൾ നടക്കും. ഹല്ലേലൂയ.